മുഹമ്മദ് റാഫി, BJP അധികാരത്തിൽ വന്ന ശേഷം പല സിനിമകൾ പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയൊക്കെ സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമായി പ്രധാനമന്ത്രിയെ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ചില സിനിമകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. കശ്മീർ ഫയൽസ് എങ്ങനെയാണ് ഇവിടെ തിയേറ്ററിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സിനിമ ഈ കാലത്ത് സംസാരിക്കേണ്ടതെന്നും ഏതൊക്കെ സിനിമകൾക്ക് കൈയടിക്കാമെന്നും ഏതൊക്കെ സിനിമകൾ വന്നുകൂടാ എന്നും തീരുമാനിക്കുന്ന ഒരു പ്രബല വിഭാഗം ഇവിടെയുണ്ട്. അവർ തീരുമാനിക്കും, അതിനനുസരിച്ച് ഇനി മുന്നോട്ട് പോയാൽ മതി എന്നാണോ? താങ്കൾ ഈ സിനിമ കണ്ടിരിക്കുമല്ലോ. ഈ പറയുന്ന എന്ത് ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും ഞാൻ ആ സുന്ദരനൊരു മറുപടി കണ്ടിട്ടുണ്ട്. തീർച്ചയായും എമ്പുരാൻ കണ്ടിട്ടുണ്ട്. ഭരണകൂടത്തോട് അനുകൂലമായി വന്ന സിനിമകൾ, ഇപ്പോൾ കാശ്മീർ ഫയൽസ് ആയാലും കേരള സ്റ്റോറി ആയാലും, അതൊന്നും ഒരു ആളുകളിലോട്ട് എത്തിയ കച്ചവട മൂല്യമുള്ള സിനിമകളായിരുന്നില്ല. എമ്പുരാൻ 48 മണിക്കൂർ കൊണ്ട് തന്നെ 100 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ട് എമ്പുരാൻ കോടിക്കണക്കിന് ഉറുപ്പിയുടെ കളക്ഷനിലോട്ട് വന്നേക്കാം. ഇനിയിപ്പം റീസെൻസർ ചെയ്തിട്ട്, സെൻസറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഇടപെടലാണ്, കലയുടെ മുകളിലുള്ള ഒരു ഇടപെടലാണ്. ഇത് കൂടുതൽ രണ്ടാമതും ഭരണകൂടം ഇടപെടുന്ന റീസെൻസറിങ് നടത്തുന്ന, അതായത് എയറിലോട്ട് പോയൊരു സാധനം തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും സെൻസർ ചെയ്ത് മുറിച്ച് വിടുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും ചിലപ്പം എമ്പുരാൻ. അതോടുകൂടി കേരളത്തിൽ 2 എമ്പുരാൻ ഉണ്ടാവും. ആദ്യമുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ടെലഗ്രാം വഴിയും അല്ലാതൊക്കെ അതിൻ്റെ ഒരു പതിപ്പ് ആളുകളുടെ എല്ലാവരുടെയും കയ്യിലെത്തി. മാത്രമല്ല ഇപ്പം മുമ്പൊക്കെ വടക്കൻ വീരാത ഒരു കൊല്ലം ഓടുന്നതിന് പകരം ഇപ്പോൾ ഒരു സിനിമ, ഇത്തരം മൂല്യമുള്ളൊരു സിനിമ 10 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, അമേരിക്ക അടക്കമുള്ള ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ റീസെൻസറിങ് നടത്തി അടുത്ത 2ാം എമ്പുരാൻ ഇറക്കുമ്പം അത് കാണുന്നത് ഈ കണ്ട ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവർ വിചാരിച്ച ഫലം, കാരണം സിനിമ പ്രവർത്തകർ തന്നെ അത് റീഎഡിറ്റിംഗ് മാത്രമല്ല ഈ 17 എന്ന് പറയുന്നിടത്ത് ചിലയിടത്ത് മ്യൂട്ടാക്കുന്നു, ചില പേരുകൾ മാറ്റുന്നു, ചില വാക്കുകൾ ഒന്ന് മ്യൂട്ടാക്കുന്നു. ഇങ്ങനെയുള്ള എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു 17 കട്ടായി വരുന്നത്. അല്ലാതെ ഒരു വാചകമായിട്ട് ഒരു ഡയലോഗായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. റീഎഡിറ്റിംഗ് ആയാലും അത് നിർമ്മാതാക്കൾക്ക് കിട്ടിയ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാവാനേ ഫലമുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാത്താനിക് വേഴ്സസോ ലജ്ജയോ ലോകം മുഴുവൻ പ്രചരിച്ചത്, ലോകം മുഴുവൻ ആളുകൾ ഏറ്റെടുത്തത് അതിൻ്റെ ബാനിങ് കൊണ്ടാണ്. ഇത്തരം ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ ഒരു റിസൾട്ട് കൂടി ഇതിനുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപി ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നൊരു സിനിമയിൽ കൂടിയാണ് ഒരുപക്ഷെ ആദ്യമായി മലയാള സിനിമയിൽ ഒരു ശാഖ, RSS ശാഖയ്ക്ക് അതിൻ്റെ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ RSS ശാഖയെ ഐഡലൈസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറക്കുന്നത്. അക്കാലത്ത് ഇപ്പം ഭരത് ഗോപി BJPയുടെ അംഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് മുരളി ഗോപി ആദ്യമായിട്ട് RSSനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്തു. അതേ മുരളി ഗോപിയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണകൂടത്തെ മാത്രമല്ല കേരള ഭരണകൂടം എന്തായാലും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പാർട്ടിയല്ലല്ലോ ഭരിക്കുന്നത് എന്ന് കരുതിയിട്ട് സെനഗൽ പോലുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം ലോകം മുഴുവനുള്ള കോർപ്പറേറ്റ് മാഫിയ ഭരണകൂട ചെങ്ങാത്തത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു. അതാണ്, അല്ലാണ്ട് ഒരു വ്യക്തിയല്ല ഇതിലെ വില്ലൻ എന്ന് പറയുമ്പോൾ ദുഷ്ടശക്തികൾ എന്നുള്ള രൂപത്തിൽ ഭരണകൂടത്തെ അപ്പുറത്ത് നിർത്തുന്നു. ഭരണകൂട വിമർശനം എന്ന നിലയ്ക്കൊരു പ്രസക്തി ഉള്ളതായിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് സിനിമയെ സംബന്ധിച്ച് എനിക്കും ചില എതിരഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്നും ചില കാര്യങ്ങൾ ആ സിനിമയിൽ വ്യത്യസ്തമായി കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായം പറയാം, അങ്ങനെ ഒരു അഭിപ്രായം ആർക്കും പറയാം. അതിലപ്പുറം കടന്നിട്ടില്ല. ഇപ്പം മുരളി ഗോപിയുടെ RSSനെയോ അല്ലെങ്കിൽ സംഘപരിവാരനോ വിമർശിച്ചതിൻ്റെ 100 ഇരട്ടി വിമർശനം ഇടതുപക്ഷത്തിന് നേരെ നടത്തുന്ന വ്യക്തിയാണ് മുരളി ഗോപി. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആയാലും ഈ അടുത്ത കാലത്തായാലും ഒക്കെ CPMന് ഈ ഇടതുപക്ഷത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടും അവരെ ഭരണകൂട സ്ഥാനത്ത് നിന്നുകൊണ്ട് ശക്തമായ വിമർശനം നടത്തുന്ന കക്ഷിയാണ്. ഒരു കാലത്തും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയോ മറ്റേതെങ്കിലും ഭരണകൂടത്തിൻ്റെയോ ഒരു ആക്രമണം അദ്ദേഹത്തിന് ഏറ്റതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ഇത്തരം ഒരു സംഗതി, അതായത് ചരിത്രത്തെ വീണ്ടും പുനരാനയിക്കുന്ന ഒരു പ്രക്രിയ ഇതിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നടന്ന ഒരു കലാപം അദ്ദേഹം സിനിമയിൽ വരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഇത് വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ BJPക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ട് ഇത് പ്രവർത്തിച്ചു കൂടായില്ല. കാരണം പുതിയൊരു കാലത്ത് വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണിത്. ഈ വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുകയും വയലൻസ് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ
വലിയ ശക്തിമാന്മാരായ ആൾക്കാരെ ഈ പിന്നെ ചില ശത്രുക്കളെ ഉണ്ടാക്കി അവരെ അടിച്ചമർത്തുന്ന ആൾക്കാരെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യുകയും അവരെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം മാർക്കോ പോലുള്ള സിനിമകൾ അതിഭീകരമായ വയലൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ജനങ്ങളിൽ തന്നെ ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരു അഗ്രസീവ്നെസ് വരികയും ഈ കലാപം നടത്താൻ ശേഷിയുള്ള ശക്തന്മാരായ ആൾക്കാരാണ് ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്നത് എന്ന് സിനിമ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണോ ഈ സിനിമ ചെയ്തതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് സമാധാനപ്പെടാം. അങ്ങനെ അത്ര ശക്തിമാന്മാരായ ആൾക്കാരെ ഏറ്റെടുക്കാൻ ഇവിടെയുള്ള പൗരന്മാർ തയ്യാറാണ്. ഒരുപക്ഷെ അങ്ങനെയും ആവാം ഈ സിനിമ എടുത്തവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, സിനിമയെ എന്തിനു ഭയപ്പെടണം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സെൻസറിങ് ഇത് ഇവിടെ കലാപത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ കുറിച്ചാണ് ഇവിടെ വന്ന ചർച്ചകൾ മുഴുവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയൊക്കെ. സത്യത്തിൽ ഈ സിനിമ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. സിനിമയെ സിനിമയായി കാണാനും സിനിമ എന്ന് ഇതൊരു കച്ചവട സിനിമയാണല്ലോ. കച്ചവട സിനിമ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇത് ഇറക്കിയിട്ട് കോടികൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. ഇപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഇപ്പം ഈ സിനിമയിൽ അഭിനയിച്ച ആളായാലും ഈ സിനിമ സംവിധാനം ചെയ്ത ആളായാലും ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ആളായാലും ഇത് നിർമ്മിച്ച ആൾക്കാരായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പുറത്തുള്ള ഈ പിന്നെ വലതുപക്ഷത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ ഒന്നും നിൽക്കാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയും അതേ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ ചതിച്ചു എന്നുള്ള നിങ്ങളൊരു തോന്നലാണ്. ആ തോന്നൽ നിങ്ങൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമയെ സിനിമയായിട്ട് കാണുക. സിനിമയിലെ സെൻസറിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ്. സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയെ സെൻസർ ചെയ്യലല്ലേ, വെട്ടിമുറിക്കലല്ലേ. അപ്പം ഈ വയലൻസിനെയും മറ്റും മാർക്കോ പോലുള്ള സിനിമയൊക്കെ പുറത്തുവിട്ട ആളുകൾ ഇവിടെ ഒരു രാഷ്ട്രീയ സംഗതി, അതായത് പ്രത്യക്ഷത്തിൽ ഇതിൽ മാർക്കോയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ഭീകരമായ വയലൻസ് ഒന്നും ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ചില ചരിത്ര സംഭവത്തെ, അത് ചരിത്ര സംഭവം തന്നെയാണ്, നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇത് ചരിത്ര സംഭവമല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാവില്ല. ഇതിനെ റിമൈൻഡ് ചെയ്യുന്ന, ഓർമ്മപ്പെടുത്തുന്ന ചില സെഗ്മെൻറ്റുകൾ ഈ സിനിമയുടെ ഉള്ളിലുണ്ട്. അത് ഈ സിനിമയുടെ രാഷ്ട്രീയമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ആക്രമിക്കുന്നു. ഈ ആക്രമണം മാത്രമാണ് ഇതിലെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.